12-ാം പിയൂസ് മാർപ്പാപ്പ മറിയത്തെ സ്വർലോക രാജ്ഞിയായി പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 22-ന് തിരുനാളായി പ്രഖ്യാപിച്ചു. പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർലോക രാജ്ഞി പദം വിശുദ്ധ ഗ്രന്ഥത്തിൽ അധിഷ്ഠിതമാണ്. ജപമാല പ്രാർത്ഥനയും മറിയത്തിൻ്റെ ലുത്തിനിയെയും മറിയത്തിൻ്റെ സ്വർഗരാജ്ഞി എന്ന വിശ്വാസത്തെ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ക്വീൻ ഓഫ് ഹെവൻ സ്വർലോക രാജ്ഞിയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഫെമിൻ മരിയ. പ്രതീക്ഷയുടെ മാതാവ്. 1871 ഫ്രാൻസും റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് കടുത്ത ശൈത്യത്തിലും അരക്ഷിതാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന പോർട്ട്മെയിൻ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു. ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട അമ്മ, പ്രാർത്ഥിക്കുക മക്കളെ, ദൈവം നിങ്ങളെ വേഗം കേൾക്കും, എൻ്റെ പുത്രൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് എഴുതി കാണിച്ചു. തുടർന്ന് യുദ്ധം അവസാനിച്ചു. ഈ സംഭവം യുദ്ധഭീതിയിൽ കഴിഞ്ഞിരുന്ന ജനങ്ങൾക്ക് വലിയ ആശ്വാസവും പ്രതീക്ഷയും നൽകി. പ്രതീക്ഷയുടെ മാതാവായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഇസായിസിബോ. ഡിവിനോ അമോറെ ദൈവസ്നേഹത്തിൻ്റെ മാതാവ്. 1740 ഗേറ്റ് ഹൗസിനടുത്ത് വെച്ച് ഒരു തീർത്ഥാടകനെ കോപാകുലനായ നായ്ക്കൾ ആക്രമിച്ചു. സംരക്ഷണം തേടി അദ്ദേഹം പരിശുദ്ധ അമ്മയുടെ പ്രതിച്ഛായയിലേക്ക് തിരിഞ്ഞു. പെട്ടെന്ന് നായ്ക്കൾ ഒരു ഉയർന്ന ഉത്തരവ് അനുസരിക്കുന്നത് പോലെ നിശബ്ദരായി. ദൈവസ്നേഹത്തിൻ്റെ മാതാവെന്ന് ഈ മാതാവ് അറിയപ്പെടുന്നു. ഡിവിനോ അമോറെ ദൈവസ്നേഹത്തിൻ്റെ മാതാവായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അലീന പിയാസ്. അവർ ലേഡി ഓഫ് വെനീസ്. 1933 ബെൽജിയത്തിലെ വെനീസിൽ മാരിയറ്റ് ബെൽക്കോ എന്ന 11 വയസ്സുകാരിക്ക് 8 തവണയാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. മാതാവ് സ്വയം ദരിദ്രരുടെ കന്യക എന്ന് പരിചയപ്പെടുത്തി. എന്നെ വിശ്വസിക്കുക, ഞാൻ നിന്നെ വിശ്വസിക്കും, ധാരാളം പ്രാർത്ഥിക്കുക എന്നതായിരുന്നു മാതാവിൻ്റെ പ്രധാന സന്ദേശം. ജനുവരി 15-നാണ് ഈ മാതാവിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുന്നത്. അവർ ലേഡി ഓഫ് വെനീസ് ആയി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഇവാഞ്ചലിൻ. അവർ ലേഡി ഓഫ് സക്സസ്. 1594 മുതൽ 1634 വരെ ഇക്വഡോറിലെ കുച്ചോണിയിൽ മദർ മരിയാന ഡി ജീസസ് ടോറസ് എന്ന കന്യാസ്ത്രീക്കാണ് ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. നമ്മുടെ കാലഘട്ടത്തിലെ സഭയിലെയും സമൂഹത്തിലെയും പ്രതിസന്ധികളെക്കുറിച്ചും വിശ്വാസച്യുതിയെക്കുറിച്ചും മാതാവ് മുൻകൂട്ടി പ്രവചിച്ചു. ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം 40-ാം ദിവസം ദേവാലയത്തിൽ നടന്ന സമർപ്പണത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ശുദ്ധീകരണത്തിൻ്റെ നല്ല സംഭവങ്ങളുടെ മാതാവ് എന്ന പേരിലും ഈ തിരുനാൾ ആഘോഷിക്കപ്പെടുന്നു. അവർ ലേഡി ഓഫ് സക്സസ് ആയി നമ്മുടെ